ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ലോഗ്. ഗൈസ്, അങ്ങനെ കുറേ അഡ്വഞ്ചേഴ്സിന് ശേഷം നമ്മളിപ്പം വെള്ളച്ചാട്ടത്തിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ലോഗ്. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ധോണിയിലാണുള്ളത്. ധോണി എന്ന് പറയുമ്പോഴത്തേക്കും പാലക്കാടുള്ള പലരും വന്നിട്ടുണ്ടാവും, പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈമാണ്. അപ്പോഴത്തേക്കും നമുക്ക് അതൊന്ന് കണ്ടുവരാം. ഗായ്സ്, അങ്ങനെ നമ്മൾ ആദ്യം കയറി പോയപ്പോൾ തന്നെ കണ്ട കാഴ്ചയാണ് അത് ആനക്കുട്ട ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സത്യം പറഞ്ഞാൽ ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് നല്ല വന്നു. ഇവിടെ ഒരു NSSൻ്റെ ഒരു പരിപാടിയായിട്ടാണ് വന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചാണ്. വ്ളോഗ് കൊള്ളാൻ കാണിച്ചു തരാം കേസ്. ഇപ്പോൾ നമ്മൾ ധോണിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് അതിൻ്റെ കുറേ വിഷ്വൽസൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് മണികണ്ഠനാണ്, ക്ലാസ്മേറ്റാണ്. ഇവിടെ നല്ല മുടിഞ്ഞ വിഷ്വൽസാണ് കേസ്, ഞാൻ കാണിച്ചു തരാം. എന്നാ വ്യൂ ആണ് കേസ്, ഇത് സൂപ്പർ സാധനം കേസ്. ഇപ്പോൾ വിഷ്വൽസ് എടുത്തോണ്ടെന്ന പെണ്ണ് താഴെ കൊണ്ട് പട്ടി പോകും. അതിവിടുത്തെ വനപാലകരുടെ അതിഥിയാണ് കേസ്. കേസ് അങ്ങ് താഴ്വാരൊക്കെ എൻ്റെ മോനെ മുടിഞ്ഞ വ്യൂ കേസ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് കാട്ടു തേനീച്ച. അതിൻ്റെ അടുത്തൊരു കൂടുതലൊന്നും പോണ്ട ഗേസ്. നിങ്ങളിപ്പോൾ കാണുന്നതാണ് നേരത്തെ കണ്ട തേനീച്ചയുടെ വേറൊരു സൈഡ് എൻ്റെ മോനെ സീന് സാധനം ഗേസ്. കാടിൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു രീതി തന്നെ, വേറൊരു വൈബ് തന്നെ. നമുക്ക് കാടിലൊക്കെ വന്നാലേ മനസ്സിലാവും. പക്ഷേ മലയിൽ കയറണം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ടാസ്ക്കാണ് കേസ്. നല്ല രീതിയിൽ ടാസ്ക്കാണ് കേസ്. തളർന്നു ഇപ്പോൾ തന്നെ. ഒന്നുമില്ല കേസ്, നിങ്ങൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വെച്ചാൽ ഇപ്പം വരരുത് കേസ്. നടന്ന് ഉപ്പടണം കേസ്. ഇമാതിരിയുള്ള വഴിയാണ് കേസ് പോകണ്ട. ഇതൊക്കെ ഒരു ചെറുക്കൻ, ഇതാണ് നമ്മളെ ചെറുക്കൻ. ഈ ഒരു സമയത്ത് വരാണ്ടിരിക്കുന്നത് നല്ലത്, വേനൽക്കാലത്ത് വരാണ്ടിരിക്കുന്നത് നല്ലത്. നല്ല ചൂടാണ്, സൈക്കില്ല. അപ്പോൾ ചെറുക്കൻ്റെ അഭിപ്രായം എല്ലാവരും ഒന്ന് ഒരു വിലക്കെടുത്തിട്ട് ഒന്ന് മഴയൊക്കെ വേഗം വരിക, അത്ര പറയാനുള്ള കേസ്. ഇപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും ഒരു കാഴ്ച ഉണ്ട്, ആ ബാക്കിൽ ബെഞ്ച് ഉണ്ട്, അതാണ് കണ്ടത്. പക്ഷെ അപ്പോൾ കാണിക്കാൻ പറ്റില്ല. സോറി, നിങ്ങളെടുത്ത് ക്ഷമിക്കുക. ഇത് മഴയത്ത് മണ്ണിടിഞ്ഞതാണ് കേസ്. ഇതുവഴിക്ക് വെള്ളം വരുമായിരിക്കും. കൂടെയാണ് മഴ പെയ്യുമ്പോഴത്തേക്കൊക്കെ വെള്ളം വരുന്ന സ്ഥലങ്ങളൊക്കെയാണ് കേസ്. അങ്ങനെ നമ്മൾ ധോണിയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേസ്. നടന്നാൽ നല്ല രീതിയിൽ തളർന്നായിരുന്നു. അവിടെ ചെറുക്കന്മാരൊക്കെ ക്ഷീണിച്ച്. പിന്നെ നമ്മൾ വെള്ളമൊക്കെ കൊണ്ടുപോകും. വെള്ളം കൊണ്ടുപോകണം, നമുക്ക് കുപ്പി മാത്രമേ കൊണ്ടുപോകാൻ പറ്റൂ. ഇങ്ങനെ കുപ്പിയിലുള്ള വെള്ളം കാരണം ഇവിടെ എന്തോ റിസർവ്ഡ് ഫോറസ്റ്റ് അല്ലേ, നമുക്ക് വേറെ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. എന്ന് പറയുമ്പോൾ ഇപ്പോൾ കാട്ടുതീയൊക്കെ പിടിക്കുന്ന സമയമുണ്ട്. ഇവിടെ അങ്ങനെ വേറെ ഒന്നും കയറ്റത്തില്ല. ഇതിലൊന്ന് മനസ്സിലായി കാണും. 2 കിലോമീറ്റർ ഉണ്ട് കേസ് ഇനി ധോണി എത്താൻ വേണ്ടി. അപ്പോൾ ഇനി ഒരു 2 കിലോമീറ്റർ ഉണ്ട് ഇപ്പോൾ വേണ്ടിയിട്ട്. ഈ ആംബിയൻസ് ഉണ്ട് കേസ്, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിച്ചു. ആംബിയൻസ് ഇതിലാണ്. ആ താഴ്വാരം നോക്കണേ കേസ്, എന്നാ വ്യൂ ആണ് കേസ് അത്. കേസ് ഞാൻ ഇവിടെ സീന് വ്യൂ ഉണ്ട്, സീന് വ്യൂ. എൻ്റെ മോനെ പൊളിസാണ്. ആ കാണുന്നതാണ് വ്യൂ എന്ന് പറയുന്നത് കേസ്. ഈ വ്യൂ ഒക്കെ നമ്മളിപ്പോൾ ഫോണിലെടുക്കുമ്പോഴത്തേക്ക് അതിൻ്റേതായ കുറേ പരിമിതികളൊക്കെ ഉണ്ട്. ഇനി ഇപ്പോൾ നോക്കിയപ്പോൾ കണ്ട ഇവിടെ വന്ന് കണ്ട് മനസ്സിലാക്കണം എൻ്റെ വ്യൂ. ആ ഒരു ആംബിയൻസ് ഫോണിൽ കൂടെ കിട്ടൂല കേസ്. എന്നാലും ട്രൈ ചെയ്യാം കേസ്. നമ്മളിവിടെ കുറേ ഫോറസ്റ്റ് ഓഫീസേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വേനലായതുകൊണ്ട് വെള്ളം കുറവായിരിക്കും. മഴക്കാലത്തൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമൊക്കെ കാണും. അങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. വെള്ളം കുറച്ചേ കാണും കേസ്. കേസ് അങ്ങനെ നമ്മളിങ്ങനെ ഒരുപാട് ദൂരം നടന്ന് നല്ല രീതിയിൽ തളർന്ന് കേസ്. ഒന്നാമത് പൊരിഞ്ഞ ചൂടും മുടിഞ്ഞ വെയിലും പൊരിഞ്ഞ ചൂടും. പിന്നെ എന്തായാലും വിഷ്വൽസ് എടുക്കാൻ പറ്റുമെന്നാണ്. എന്തായാലും നമുക്കിനി മുകളിൽ പോയിട്ട് തന്നെ കാണാം. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ഒറ്റപ്പെട്ടു പോയായിരുന്നു. നമ്മളവിടെ വന്ന ഗൈഡിനെ ഒന്നും കാണാനില്ല. ബാക്കിയുള്ള പിള്ളേരെയും കാണാനില്ല കേസ്. അവരും വേറെ എങ്ങോട്ടൊക്കെ പോയി. ഇപ്പോൾ നമ്മൾ ഇത്രയും പേര് മാത്രമേ ഉള്ളൂ. നമുക്കൊരു പട്ടിയാണ് കേസ് വഴി കാണിച്ചു തരണം. എടാ ഒന്ന് മാറിക്കേടാ. ആ പട്ടിയാണ് കേസ് വഴി കാണിച്ചു തരണം. നമ്മൾ പിന്നെ പട്ടിയുടെ പുറകെ ഒന്ന് പോവുകയാണ് കേസ്. എവിടെയെങ്കിലുമൊക്കെ എത്തുമായിരിക്കും. എത്തിയാൽ എന്തായാലും ഈ വ്ളോഗ് വരും കേസ്. കാട്ടിൽ പെട്ടുപോകുക എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു അനുഭവമാണ് കേസ്. അപ്പോൾ പെട്ടോണ്ട് മനസ്സിലായി. കുറച്ച് നേരം കൊണ്ട് നമ്മളിങ്ങനെ വഴിതെറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലുമൊക്കെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ചെറുക്കന്മാർ പ്രതീക്ഷ കൈവിടാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഗൈസ് അപ്പോൾ നമ്മൾ വഴി തെറ്റിയില്ല എന്നുള്ള വിശ്വാസത്തിൽ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ചെറുക്കൻ്റെ വിശ്വാസമാണ് നമ്മൾ പോകണ്ടോ. ഗൈസ് അങ്ങനെ ജീവൻ്റെ നിലവിളി എന്ന പോലെ ചെറുതായിട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേട്ട് തുടങ്ങി. നിങ്ങൾ കേൾക്കാറുണ്ടോയെന്നറിയില്ല, കേൾക്കണ്ടോയെന്നറിയില്ല, എന്നാലും വെള്ളച്ചാട്ടത്തിൻ്റെ ചെറിയ സൗണ്ട് ഉണ്ട് ഗൈസ്. ഓ ഗൈസ് അങ്ങനെ കുറേ അഡ്വഞ്ചേഴ്സിന് ശേഷം നമ്മളിപ്പോൾ വെള്ളച്ചാട്ടത്തിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഗൈസ് ഇവിടെ ഇത് മാത്രമല്ല, ഇതിൻ്റെ മേലെ ഇനിയും കുറേ സ്ഥലങ്ങളുണ്ട്, അത് നമുക്ക് കണ്ടിട്ട് വരാം. നമ്മളിവിടെ നിന്ന് മുകളിലോട്ട് കയറുമ്പോൾ തന്നെ കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ ഗൈസ്, നമ്മളിപ്പോൾ ഈ ഉരുളൻ കല്ലുകളുടെ മുകളിലൂടെ ശ്രദ്ധിച്ചാണ് ഗൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കൊള്ളാം ഗൈസ്, പൊളിച്ചാണ് ഗൈസ്. ഇപ്പോൾ ഇത് കാട്ടരുവിയിൽ കൂടെ പറഞ്ഞ വെള്ളമാണ്. നല്ല തണുപ്പാണ് ഗൈസ്, നല്ല തണുപ്പാണ് ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ഷൂ ഒക്കെ ഊരി വെച്ച് ഇങ്ങനെ നല്ല രീതിയിൽ ഈ ഒരു അരുവിയുടെ വൈബ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എൻ്റെ ഓനോ നല്ല തണുപ്പ് ഗൈസ് ഉണ്ട് ഗൈസ്. കണ്ടോ ഗൈസ്, ചെറിയ ചെറിയ മീനുണ്ട്. ഗൈസ് അപ്പോൾ ഇങ്ങനെ മലയൊക്കെ കയറി ഏറ്റവും മുകളിൽ വന്ന് ഇതേപോലെ ഒരു പീസ്ഫുള്ളായിട്ടുള്ള അന്തരീക്ഷത്തിരിക്കുമ്പോൾ നല്ല രീതിയിലുള്ള എന്താ പറയുക ഒരു റിഫ്രഷ്മെൻറ്റ് കിട്ടുന്നുണ്ട് ഗൈസ്. അതൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മളിടയ്ക്ക് വെച്ച് വഴിയൊക്കെ തെറ്റിപ്പോയി ഗൈസ്, അത് നിങ്ങൾ കണ്ടായിരുന്നാണ്. ഇത് കൊള്ളാം ഗൈസ്, നല്ലൊരു കിടിലമാണ് ഗൈസ്, ഒന്നും പറയാലോ. നമ്മളെ സാറൊക്കെ വന്നിട്ടുണ്ട്. അവരിപ്പോൾ മിക്കവാറും നമ്മളിപ്പോൾ ഇവിടെ നിന്ന് വിളിക്കും. ആ കയറിൻ്റെ അപ്പുറത്താണ് നിൽക്കുക, ഇപ്പുറത്ത് വന്നുകൂടാ. അത് പാലിക്കാതെയാണ് ഗൈസ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വലിയ വിഷയമൊന്നുമില്ല. അങ്ങോട്ടൊക്കെ ചെറിയ ചെറിയ രീതിയിലുള്ള സീനൊക്കെ, ഇവിടെ ഒന്നും വലിയ സീനൊന്നുമില്ല ഗൈസ്. അപ്പോൾ നമ്മളെ ചെറുക്കൻ പ്രതീക്ഷ ഇവിടെ അവൻ്റെ കാലിൽ മീനൊക്കെ വന്ന് കൊത്തണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫീൽ അടിച്ചിരിക്കുകയാണ്. ചെറുക്ക സീനാണ്. ചെറുക്കൻ ഇവിടുത്തെ വഴിയൊക്കെ കാണാൻ പാടാന്നാണോ. അപ്പൊ ഇത് അക്ഷയാണ് ഗൈസ്. അവന് വീഡിയോയിൽ വരണം ഇഷ്ടമല്ലേ ഗൈസ്. മറ്റേരോ ഗൈസ്, അവൻ്റെ വെള്ളാരം കല്ല് ഇതിൻ്റെ അടിയിൽ പോയി. ഇതിൻ്റെ അങ്ങോട്ട് നിന്നാണ് ഗൈസ് ഈ അരുവിയുടെ ഉത്സവം. അപ്പം അങ്ങോട്ടൊന്നും പോകാൻ പറ്റൂല, പോകാനൊക്കെ പറ്റും, പക്ഷെ ഇവർ വിടൂല ഗൈസ്, അതാണ് കുഴപ്പം. ഗൈസ് അങ്ങനെ ഫൈനലി നമ്മളിവിടെ നിന്ന് പോവുകയാണ് ഗൈസ്. ടാറ്റ പറഞ്ഞ് പോവുകയാണ് ഗൈസ്. കണ്ടോ ഗൈസ്, നല്ല ഭംഗിയില്ലേ കാണാൻ. എന്ത് ഗൈസ്, നമ്മൾ വഴി തെറ്റി നേരത്തെ വന്നപ്പോഴത്തേക്ക് ഇതൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇപ്പോഴാണ് ഇങ്ങനെയുള്ള നല്ല നല്ല മരങ്ങളൊക്കെ കാണുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ആരും ഇറങ്ങാത്ത വഴികളിൽ കൂടെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ് അങ്ങനെ താഴെ എത്തിയപ്പോഴത്തേക്കാണ് ഒരു കുരങ്ങനെ കാണും. അത് നമ്മളെ കണ്ടപ്പോഴത്തേക്ക് ഓടിപ്പോയി മതിൽ കയറി. ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.